നോക്കിയോ, പ്രിസത്തിനകത്ത് നമുക്ക് ഒരു 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 പ്രിസം വരയ്ക്കുക. ഒരു പ്രിസം വരച്ചിട്ട് ഒരു ഒരു ഇൻസിഡൻറ്റ് റേ വരയ്ക്കുക. അപ്പം നമുക്കറിയാം ഇതായിരിക്കും അതിൻ്റെ നോർമൽ. ഇപ്പം നോർമൽ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നു. വേറൊരു കളർ ഉപയോഗിക്കാം. ഇതാണ് നോർമൽ. അപ്പോൾ ലൈറ്റ് റേ റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ബെൻഡ് ടുവേർഡ്സ് നോർമലായിട്ട് രണ്ട് ഇവിടെ വന്ന് വീഴും, അവിടെ വന്ന് വീണു. അവിടെയും നോർമൽ വരയ്ക്കണം, അവിടെയും നമ്മൾ നോർമൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ് നോർമൽ, വരച്ചു. ഇനി ലൈറ്റ് റേ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദി നോർമലായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഓക്കെ, ഇനിയും ശരിക്കും ഈ പ്രിസം ഇല്ലായിരുന്നെങ്കിൽ ഈ ലൈറ്റ് റേ ദണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര ഡീവിയേറ്റ് ചെയ്തു? ദണ്ട് ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ദണ്ട് ഇത്രയും ഡീവിയേഷൻ ഉണ്ടായി. ഇതിനെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. പി ക്യൂ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ ആണ്. ഇതുണ്ട് ഇവിടെ നോർമലിലും ഈ ഇൻസിഡൻറ്റ് റേയുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1 എന്ന് എടുത്തു. നോർമലിൻ്റെയും ഈ റിഫ്രാക്റ്റഡ് റേയുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ, അതായത് പി ക്യൂ ആർ എന്ന് പറഞ്ഞു, ക്യൂ ആർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റഡ് റേ ആണ്. റിഫ്രാക്റ്റഡ് റേയുടെയും നോർമലിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 എന്ന് എടുത്തു. ഈ ആംഗിളിനെ ഞാൻ R2 എന്ന് എടുത്തു. ഈ ആംഗിളിനെ ഞാൻ I2 എന്ന് എടുക്കുകയാണ്. I2 മീൻസ് എന്താ പറയുക? ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. അപ്പോൾ ആർ എസ് എമർജൻറ്റ് റേ ആണ്. ഓക്കെ ആണല്ലോ? പ്രിസം എ ബി സി ആണ്. അതേപോലെ ഈ ജോയിൻറ്റിനെ ഞാൻ ടി എന്നും ഈ ജോയിൻറ്റിനെ ഞാൻ എം എന്നും വിളിച്ചു. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഞാൻ ഇനി നോക്കിയോ, നമുക്കറിയാം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഒരു ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 90 ഡിഗ്രി അല്ല 180 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമുക്കറിയാം എ ക്യു എം ആർ ഒരു സൈക്ലിക്കാണെന്ന് ഞാനങ്ങ് പറയുകയാണ്. അതായത് എ ക്യു എം ആർ ഒരു സൈക്ലിക്കാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലിൻ്റെയും ഈ സർഫസിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ 90 ഡിഗ്രി ആയി. 90 ഡിഗ്രി 180 ആയി. 180 ആയപ്പോൾ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ ഓപ്പോസിറ്റ് ആംഗിളും എയും എമ്മും കൂടെ കൂട്ടിയാലും എന്ത് വരും? 180 ഡിഗ്രി എന്ന് എഴുതാം. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് കൺസെപ്റ്റ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ എം ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ഇനിയും ഞാൻ ഈ ക്യു എം ആർ എടുക്കാൻ പോവുക. ക്യു എം ആർ എന്ന് പറയുമ്പോൾ ഏത് ട്രയാങ്കിളാണെന്ന് അറിയാമോ? ദണ്ട് ഇതാണ് ക്യു എം ആർ. ദണ്ട് ഈ മഞ്ഞയും കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെയാണ് ക്യു എം ആർ എന്ന് പറയുന്നത്. അതിനകത്ത് ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ, അതായത് ട്രയാങ്കിൾ ക്യു എം ആറിനകത്ത് ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ആംഗിൾ എം പ്ലസ് R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു 180 എന്ന് എടുക്കാം. കാരണം എന്താ? ഒരു ആംഗിൾ എമ്മും മറ്റ് രണ്ട് ആംഗിൾ എന്താണ്? R1 ഉം R2 ആണ്. ഇങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ? ഇത് ഇക്വേഷൻ 1 ആയിട്ട് ഇത് ഇക്വേഷൻ 2 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ RHS രണ്ട് ഈക്വലാണ്. LHSനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ എം ഈസ് ഈക്വൽ ടു ആംഗിൾ എം പ്ലസ് എന്താണ്? R1 പ്ലസ് R2 എന്ന് വരും ഇല്ലേ? ഇക്വേറ്റ് ചെയ്യുമ്പം എമ്മും കട്ട് ചെയ്ത് കളഞ്ഞാൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന് വരും. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് അവിടെ കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഈ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. അതായത് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഉണ്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ ഈ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ നിങ്ങൾ നോക്കിക്കേ. ഈ ആംഗിളും എനിക്ക് വേണം. അതായത് ഏത് ആംഗിളാണ്? ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും ഈ പച്ച കൊണ്ട് വരച്ചിരിക്കുന്ന രണ്ട് ആംഗിൾ. ഈ ആംഗിൾ എന്താ? ആ ആംഗിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ I1 മൈനസ് R1 ആണ്. കാരണം ഇങ്ങനെ ഒരു ക്രോസ് വന്നു. ഇത് മൊത്തം എന്താണ്? I1 ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ റിഫ്രാക്റ്റഡ് റേ പോകുന്നു. അപ്പോൾ അത് R1 ആണെങ്കിൽ ഇതെന്ത് വരും? I1 മൈനസ് R1 ആയിരുന്നു. സിമിലർലി അപ്പുറത്തെ സൈഡിലും ഇത് I2 ആണ്. ഇവിടെ ആ റിഫ്രാക്റ്റഡ് റേ ഇങ്ങനെ വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് R2 ആയിട്ട് എടുത്തെങ്കിൽ ഇതെന്താണ്? I2 മൈനസ് R2 ആണ്. അപ്പോൾ ഈ പച്ച ആംഗിൾ രണ്ടും ഒരെണ്ണം I1 മൈനസ് R1 ഉം ഇത് I1 മൈനസ് R1 ഉം ഇത് I2 മൈനസ് R2 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിയോ. അപ്പം ആംഗിൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് ട്രയാങ്കിൾ QRTക്കകത്ത് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും അവിടുത്തെ ആംഗിൾ ഇതാണ്. അതായത് ഇത് Q, ഇത് T, ഇത് Q, ഇത് R. ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് വരും? ഇത് ഡെൽ എന്ന് വരും. ഇതാണ് നമ്മൾ പറഞ്ഞ I1 മൈനസ് R1. ഇതാണ് നമ്മൾ പറഞ്ഞ I1 മൈനസ് R2. അങ്ങനെയാണെങ്കിൽ QRT ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എക്സ്റ്റീരിയർ ആംഗിൾ ഡെല്ലാണ്. ഡെൽ ഈസ് ഈക്വൽ ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ, സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്നാണ്. അപ്പം സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ I1 മൈനസ് R1 പ്ലസ് I2 മൈനസ് R2. ഇത് I2 മൈനസ് R2 ആണ്. ഓക്കെ ആണല്ലോ? ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഡെൽ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2
നമുക്ക് മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ R1 പ്ലസ് R2 എന്ന് വേണമെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനിയും ആംഗിൾ ഓഫ് മിനിമം ഡ്യൂറേഷൻ അങ്ങനെയാണെങ്കിൽ R1 പ്ലസ് R2 എ എന്ന് വേണേൽ കൊടുക്കാം. അപ്പം ഡെൽ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ എന്ന് വേണേൽ കൊടുക്കാം. ആംഗിൾ എ എന്ന് കൊടുക്കാം. കാരണം R1 പ്ലസ് R2 എ ആണല്ലോ. അപ്പം അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അതായത് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I1ഉം I2ഉം എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ഓഫ് എമർജൻസും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വൽ ആയിരിക്കും ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനിൽ. അതേപോലെ തന്നെ R1ഉം R2ഉം ഈക്വൽ ആയിരിക്കും. ഡെൽ എന്ന് പറയുന്നതിന് നമുക്ക് ഡെൽ എം എന്ന് എടുക്കാം. ചില സ്കൂളിൽ ഡി എന്നും ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എടുക്കുവാണെങ്കിൽ നോക്കിയോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? നമുക്ക് ഇതിനെ നോക്കി ഇതിനെ ഇക്വേഷൻ 3 എന്നും ഇതിനെ ഇക്വേഷൻ 4 എന്നും അടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 4 ബിക്കംസ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, ഡെൽ ഈസിക്കൽ ടു I1 വരം I കൊടുക്കാം, I2 വരം I1 ഈസിക്കൽ ടു I2 ഈസിക്കൽ ടു I എന്നങ്ങ് എടുക്കുന്നു, R1 ഈസിക്കൽ ടു R2 ഈസിക്കൽ ടു R എന്നങ്ങ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ I1ന് ഞാൻ I എന്ന് കൊടുക്കുന്നു, I2ന് ഞാൻ I എന്ന് കൊടുക്കുന്നു, മൈനസ് എന്താ ആംഗിൾ എ. അവിടുന്ന് ഡെൽ ഈസിക്കൽ ടു 2I മൈനസ് ആംഗിൾ എ എന്ന് കൊടുക്കുന്നു. നമുക്ക് അവിടുന്ന് I ആണ് കണ്ടുപിടിക്കേണ്ടത്. I കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം 2I ഈസിക്കൽ ടു ഡെൽ എം ആണ്, ഡെൽ എം ആകത്തില്ലേ, ഡെൽ എം എന്നും കൂടെ കൊടുക്കണേ. ഡെൽ എം പ്ലസ് ആംഗിൾ എ ഈസിക്കൽ ടു 2I എന്നും അവിടുന്ന് I ഈസിക്കൽ ടു ഡെൽ എം പ്ലസ് ആംഗിൾ എ ഡിവൈഡ് ബൈ 2 എന്നും വരുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടി, അതവിടെ നിൽക്കട്ടെ. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം R1 പ്ലസ് R2, ഇതിന് താഴോട്ട് തന്നെ എഴുതാം, R1 പ്ലസ് R2 ഈസിക്വൽ ടു എ എന്നാണ് നമ്മുടെ ഇത്. നമുക്കറിയാം ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ അനുസരിച്ച് R1 R ആണ്, R2 R ആണ്, ഈസിക്വൽ ടു ആംഗിൾ എന്ന് വരുന്നു. അവിടെ നിന്ന് എന്താണ് 2R ഈസിക്വൽ ടു ആംഗിൾ എന്ന് വരുന്നു. അവിടെ നിന്ന് R ഈസിക്വൽ ടു ആംഗിൾ എ ഡിവൈഡ് ബൈ 2 എന്ന് വരുന്നു. അപ്പോൾ ആറും കിട്ടി, ഐയും കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് സ്നെൽസ് ലോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ I. സ്നെൽസ് ലോ പറയുന്നത് സൈൻ I ഡിവൈഡ് ബൈ സൈൻ R ഈസിക്വൽ ടു N, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു 1 N/1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ N എന്നും കിട്ടാൽ മതി, അല്ലെങ്കിൽ മ്യൂ എന്ന് ഇട്ടാൽ മതി. സൈൻ I എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടിയ വാല്യൂ എന്താ, ഡെൽ എം പ്ലസ് ആംഗിൾ എ ഡിവൈഡ് ബൈ 2 ആണ്, ഹോൾ ഡിവൈഡ് ബൈ സൈൻ R എന്താണ്, ആംഗിൾ എ ഡിവൈഡ് ബൈ 2 ആണ്, ഈസിക്കൽ എന്താണ് N/1. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇവിടെ ഒരു ID കർവ് ഉണ്ട്, അതൊന്ന് വരച്ചേക്കണം. ID കർവിനകത്ത് ഇവിടെ ആംഗിൾ ഓഫ് ഡീവിയേഷനും ഡെല്ലും ഇവിടെ ഇൻസിഡൻസ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആദ്യം നമ്മൾ കൂട്ടി വരുമ്പം ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞ് ഏറ്റവും ഒരു മിനിമം വാല്യൂ ആവും. ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വാല്യൂ വരുമ്പോഴത്തേക്കും എന്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമോ, അതിനെയാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത്. പിന്നീട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ എന്ത് ചെയ്യുന്നറിയോ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയില്ല, പിന്നീട് ഇങ്ങനെ കൂടി അങ്ങ് പോവാം. ഇതാണ് സംഭവം. ഓക്കെ, ഇതായിരിക്കും ആ ഗ്രാഫ്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതേ ഉള്ളൂ ആ ഡെറിവേഷൻ അതിനകത്ത് പറയാനായിട്ടുള്ളത്. ഇനി നേരെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് കയറുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പഠിപ്പിക്കുന്ന സാധനം നിങ്ങളൊന്ന് എഴുതിയെടുത്താൽ മതി, അത്രയും മതി. വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും നിങ്ങൾ എഴുതാനോ ഒന്നിനും പോകണ്ട, അത്ര എഴുതിയാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് പോവാണ്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് അതിനകത്തോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് പറയാനുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നും. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ് 25 സെൻറ്റിമീറ്റർ ആണ്. ഫോർ എ നോർമൽ ഹ്യൂമൻ ഐ ഇറ്റ് ഈസ് 25 സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യം 25 സെൻറ്റിമീറ്റർ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അതിനെ നമ്മൾ ഡി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ ആണ്. പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ സീലിയറി മസിൽസ് ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ ലെൻസിൻ്റെ കർവേച്ചറിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ണിൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. അതായത് കർവേച്ചർ കൂട്ടിയാൽ ലെൻസിൻ്റെ കർവേച്ചർ കൂടുന്നത് എങ്ങനെയാണ്, നമ്മുടെ സീലിയറി മസിൽസ് ഒന്ന് കോൺട്രാക്ട് ചെയ്താൽ മതി, ഒന്ന് ചുരുങ്ങിയാൽ മതി ഇല്ലേ, അല്ലെങ്കിൽ ഒന്ന് ഇതിനെ പിടിച്ച് തെള്ളിയാൽ മതി. ഇതിനെ പിടിച്ച് തെള്ളുന്ന സമയത്ത് ഇത് ലെൻസ് വീർക്കുമ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറയും. കണ്ടോ, പവർ എന്ത് ചെയ്യും, പവർ നന്നായിട്ട് കൂടും, ഫോക്കൽ ലെങ്ത് കുറയും.
നോർമൽ കണ്ടീഷനിൽ ഇത് ലെൻസ് ഫ്ലാറ്റ് ആയിരിക്കും, അപ്പം ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റും. ഈ ഒരു കണ്ണിൻ്റെ അതെല്ലാം സീലിയറി മസിൽസിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അതിനാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് പറയുന്നത്. പിന്നെ ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരാളുടെ കണ്ണാണ്, കണ്ട് ലെൻസ് ആണെന്ന് ഇതെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ആൽഫ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഈ കണ്ണിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ഈ ആംഗിൾ ബീറ്റ എന്ന് വിളിക്കാം. എന്തായാലും ബീറ്റ എന്ന് പറയുന്നത് ആൽഫേനെക്കാട്ടിലും വലുതായിരിക്കും. അതായത് എയറോപ്ലെയിൻ ആകാശത്തൂടെ പോകുമ്പം നമുക്ക് എയറോപ്ലെയിൻ ഒരു ഉറുമ്പ് പോകുന്ന പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. എന്നാൽ നേരെ എയർപോർട്ടിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വലുതായിരിക്കും. അത് ആ ആംഗിൾ ഓഫ് വിഷൻ കൂടുന്നതുകൊണ്ടാണ്. അതായത് അടുത്ത് ചെല്ലുമ്പം നമ്മുടെ കണ്ണിലെ ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് വലുതായിട്ട് കാണുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിലേക്ക് കയറുകയാണ്. 3 ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് 3+1, അതായത് ഒരെണ്ണം വലിയതായിട്ട് പഠിക്കാനില്ല, എന്നാലും 3 എണ്ണമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇത് മൂന്നും പടം വരയ്ക്കാൻ പഠിക്കണം, അതിൻ്റെ പ്രോസസ്സ് പഠിക്കണം, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ പഠിക്കണം, ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം പറഞ്ഞത്. ഇത് 3 എണ്ണത്തിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് ഷുവറാണ്. അപ്പോൾ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം പോക്കറ്റിൽ വീഴും എന്നുള്ള കാര്യം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഉറപ്പാക്കാം. ഓക്കെ ആണല്ലോ. ചോദിക്കുവാണെങ്കിൽ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഡെറിവേഷൻ ചോദിക്കുക. എന്നിട്ട് ഇത് ചോദിച്ചില്ലെങ്കിൽ അയ്യോ അത് ചോദിച്ചില്ല എന്നൊന്നും വിഷമിക്കേണ്ട, ഇതിൻ്റെ ഒരു ന്യൂമറിക്കലാണെങ്കിലും കാണും. പക്ഷെ ന്യൂമറിക്കലിനെക്കാട്ടിലും മോസ്റ്റ് പ്രോബബിലി ഇത് 3-ൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ചോദിക്കാനാണ് സാധ്യത. ഒരു കാര്യം കൂടെ പറയാം, സിമ്പിൾ മൈക്രോസ്കോപ്പ് പഠിച്ചാൽ അടുത്ത കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് സിംപ്ലി പോക്കറ്റിൽ വീഴും. അതിൻ്റെ തൊട്ടടുത്തത് റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പും പോക്കറ്റിൽ തന്നെത്താനെ വന്ന് കയറിക്കോളും. ഈ സാധനം കൃത്യമാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഞാനിപ്പോൾ എഴുതുന്ന സാധനം നിങ്ങൾ എഴുതിയെടുക്കുക, അത് മാത്രം പഠിച്ചാൽ മതി. വേറെ വലിച്ചു വാരി ഒന്നും എഴുതുകയും വേണ്ട, വലിച്ചു വാരി ഒന്നും പഠിക്കുകയും വേണ്ട. ഈ സാധനം മാത്രം എഴുതിയാൽ മതി. 3 മാർക്കിൻ്റെ ചോദിച്ചാലും 5 മാർക്കിൻ്റെ ചോദിച്ചാലും 15 മാർക്കിൻ്റെ ചോദിച്ചാലും ഞാൻ ഈ പറയുന്ന ഇത്രയും ഡെറിവേഷൻ അല്ലെങ്കിൽ ഇത്രയും കണ്ടൻറ്റ് മാത്രം അതിനകത്ത് വന്നാൽ മതി. ഏറ്റവും ചെറുതാക്കി സിമ്പിളാക്കി ഞാൻ തരാം. ഓക്കെ, അപ്പം നോക്കിക്കോളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചിരുന്നോ. ഞാനിവിടെ ഓഫ്ലൈൻ വന്ന പിള്ളേരെ അതിന് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് റിവിഷൻ ഗ്രൂപ്പിലോട്ട് എടുത്തിടാം. അപ്പം അത് റിയനെ ഞാൻ റിവിഷൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തായിരുന്നോ? റിയ ഓക്കെ അപ്പം ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, നോക്കിയോ. അപ്പം റിവിഷൻ ഗ്രൂപ്പിലോട്ട് എടുത്തിടാം. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. എഴുതണമെങ്കിൽ എഴുതിക്കോ, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് നോക്കിക്കോളൂ. സിമ്പിൾ മൈക്രോസ്കോപ്പ് സിമ്പിൾ മൈക്രോസ്കോപ്പിനകത്ത് നമുക്ക് പറയാനുള്ളത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണല്ലോ. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പം ഒരു ഹാൻഡ് ലെൻസ് എന്ന് ഓർത്താൽ മതി. അതായത് നമ്മുടെ ലെൻസ്, നമ്മുടെ നോട്ടക്കാർ കൈ നോക്കുന്ന കൈയുടെ വര കൃത്യമാണോ, അല്ലെങ്കിൽ വരയുടെ എന്താണ് നമ്മുടെ കൈക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണല്ലോ ഹാൻഡ് ലെൻസ്. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലെ പ്രായമുള്ള ചേട്ടനും ചേച്ചിയും ആ ഗുളികയുടെ പുറകിൽ എഴുതിയിരിക്കുന്ന ആ ഒരു വിലയും അല്ലെങ്കിൽ അതിനകത്തെ കണ്ടൻറ്റും ഒക്കെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നം, കണ്ണിന് വെള്ളെഴുത്ത് എന്ന് പറയുന്നൊരവസ്ഥ, അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉള്ളവർ ഹാൻഡ് ലെൻസ് ഒക്കെ വെച്ചിട്ടാണ് അവരത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇല്ലേ? അപ്പം അങ്ങനെ ഒരു സിംപ്ലിഫൈഡ് ഫോം ഓഫ് മൈക്രോസ്കോപ്പാണ് ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കോൺവെക്സ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. കോൺവെക്സ് ലെൻസാണ് അതിനകത്തുള്ളത്. അത് ഷോർട്ട് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് വളരെ ചെറുതായിട്ടുള്ള ഒരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുക. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് m=hi/ho ആണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ, കോൺവെക്സ് ലെൻസിൽ നമുക്ക് മാഗ്നിഫൈഡ് ഇമേജ് കിട്ടുന്നത് ഏതൊക്കെ കേസിലാണ്? 2 കേസിലാണ്. ഒന്ന്, ഒബ്ജക്റ്റ് ഫോക്കസ് വെക്കുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റി വരും. ആ ഇൻഫിനിറ്റി വരുന്ന ഇമേജ് മാഗ്നിഫൈഡ് ഇമേജാണ്. 2, ഒപ്റ്റിക് സെൻറ്ററിനും പോളിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജ് കിട്ടും. അതും എൻലാർജ് ഇമേജാണ്. അപ്പോൾ ഈ 2 കേസ് വെച്ചിട്ടായിരിക്കും നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് പറയാനായിട്ട് പോകുന്നത്, സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ. അപ്പോൾ ഞാൻ കേസ് 1 എടുക്കുകയാണ്. കേസ് 1 എടുക്കുമ്പം ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ എടുക്കുകയാണ്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ എടുക്കുകയാണ്. അതിൻ്റെ പടം വരയ്ക്കണം. അതിൻ്റെ പടം വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കോളൂ, ഇത്രയും കണ്ടൻറ്റ് മതി കേട്ടോ, വലിച്ചു വാരി ഒന്നും എഴുതണ്ട.
ഞാൻ ഈ പറയുന്ന കണ്ടന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. പരീക്ഷയുടെ തലേ ദിവസം എല്ലാവരും കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കും, സാറിൻ്റെ ബുക്കിനകത്ത് ഡീറ്റെയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം പരീക്ഷയ്ക്ക് എഴുതണോ? അത് ഞാൻ എഴുതിയിരിക്കുന്നത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ നോട്ടിനകത്ത് പല കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വേണ്ട, അതിനകത്ത് ആവശ്യമുള്ള സാധനം മാത്രം മതി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്. നിങ്ങൾ നോക്കിക്കോളൂ, ഇത്രയും മാത്രം മതി. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരയ്ക്കുന്നു, പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു, ഓപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യുന്നു, ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു, ഇപ്പുറത്തും ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുന്നു. ഞാൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ അല്ലേ, അപ്പോൾ ഞാൻ എഫ് ആൻഡ് ഒ തന്നെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു, ഒരു പാരലൽ റേസ് ഇവിടെ വരുന്നു, അത് റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു. അടുത്തത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മുട്ടത്തില്ല. അതിനെ നമുക്ക് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ്, ബാക്കിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, ബാക്കിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് ജോയിൻ ചെയ്യുമ്പം ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഇമേജ് വെർച്വലാണ്, ഇറക്റ്റാണ്. വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണാൻ പറ്റാത്ത ഇമേജുകളെ അല്ലേ വെർച്വൽ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ കൈനോട്ടക്കാർ കൈ നോക്കുമ്പോഴും മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചിയും ചേട്ടനും മരുന്നിൻ്റെ വില നോക്കുമ്പോഴും കാണുന്നുണ്ടല്ലോ ഇമേജ്. പക്ഷെ അത് നിങ്ങൾ നോക്കിക്കോണം, അതിനെ ഈ ലെൻസിനകത്തുകൂടെ നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെ നിങ്ങളൊരു സ്ക്രീൻ കൊണ്ടുവച്ചാൽ അതിൽ പതിയത്തില്ല. പക്ഷെ ബാക്കി കോൺവെക്സ് ലെൻസിൻ്റെ ഏത് ഇമേജ് ആണെങ്കിലും ലെൻസിനകത്തൂടെ നോക്കിയാൽ അല്ല കാണുന്നത്, പകരം ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ മാത്രമേ പതിയത്തുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ കണ്ണ് വെച്ചിട്ട് ഇതിനകത്തൂടെ നോക്കിയാൽ മാത്രമേ ഈ ഇമേജിനെ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് അതിനെ വെർച്വൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, ഇവിടെ ഒരു ഇമേജൊക്കെ ഫോം ചെയ്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ അല്ലേ വരയ്ക്കുന്നത്, അപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ പോരെ, ഇത്ര ലെൻസിന് ഇത്ര മാതിരി ഒരു സ്ക്രീൻ വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ക്രീൻ കൊണ്ട് വെച്ച് സ്ക്രീൻ അവിടെ ചുമ്മാ ഇരിക്കത്തേ ഉള്ളൂ, അതിലൊന്നും തെളിയത്തില്ല. അപ്പം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ലെൻസിനകത്തൂടെ തന്നെ നോക്കണം. എന്നാലേ ലെൻസിനകത്തൂടെ നോക്കുമ്പോഴാണല്ലോ നമ്മുടെ കൈയുടെ വരകളൊക്കെ വലുതായി കാണുന്നത്, കൈനോട്ടക്കാർ നോക്കുമ്പം. ഓക്കെ, അപ്പോൾ അതാണൊരു കണ്ടീഷൻ. അപ്പം ഞാൻ ഇവിടെ എനിക്ക് മാഗ്നിഫിക്കേഷൻ, ഏതൊരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഡെറിവേഷൻ എന്തിനാണെന്നറിയാമോ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇമേജ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതാണ്, അതായത് യു. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് വി. ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് സ്മോൾ എഫ്. ഓക്കെ ആണല്ലോ. ഞാൻ ഒരു കണ്ടീഷൻ എടുത്തിട്ടാണ് ഈ കേസിൽ ഞാനിത് പ്രൂവ് ചെയ്യുന്നത്. ഞാൻ ഇമേജ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നറിയാം? ഇമേജ് ഈസ് മെയ്ഡ് ടു fall at least distance of distinct vision. least distance of distinct vision. അതായത് ഇമേജ് 25 സെൻറ്റിമീറ്ററിൽ കിട്ടുന്ന രീതി. 25 സെൻറ്റിമീറ്ററിൽ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇമേജ് 25 സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ അല്ല. 25 സെൻറ്റിമീറ്ററിൽ കിട്ടുന്ന രീതിയിലാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാണ് നമുക്ക് ഒബ്ജക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിൻ്റെ പൊസിഷൻ മാറത്തില്ലേ? ഞാൻ ഒബ്ജക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ഈ ഫോക്കസിൻ്റെയും ഡിയുടെയും ഇടയ്ക്ക് ഇത്രയും സ്പേസ് ഇല്ലേ, ഇത്രയും സ്പേസിൽ മാത്രമേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുമ്പോഴാണല്ലോ വെർച്വൽ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് എവിടെ വേണേൽ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വി എന്താക്കുന്നു? വി എന്ന് പറയുന്നത് ഡി ആക്കുന്നു, ഡി. പക്ഷേ വി എല്ലാം ലെഫ്റ്റിലോട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ വീനെ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ഡി ആയിട്ട് വേണം എടുക്കാൻ. ലെഫ്റ്റോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് അല്ല, നെഗറ്റീവാണ്. ഇതെടുത്ത് വെച്ചിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഓക്കെ, അപ്പം നമുക്ക് ഈ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ലെൻസ് ഫോർമുലയാണ്. 1/f = 1/v - 1/u ആണ്. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ 1/u എന്ന് പറഞ്ഞാക്കുന്നു. 1/u = 1/v - 1/f ആക്കുന്നു. ഞാൻ എല്ലാ ടൈമിനെയും എന്ത് ചെയ്യാൻ പോകുന്നറിയോ? വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. മോളിൽ ഇവിടെ വി, ഇവിടെ വി, ഇവിടെ വി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് v/u വരുന്നു. v/u = v/v - v/f എന്ന് വരുന്നു. v/u നമുക്കറിയാം, ലെൻസിൻ്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ v/u എന്ന് പറയുന്നത് m ആണെന്ന് നമുക്കറിയാം. = എന്താണ്? v/v 1 - v/f. അപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടി. നമുക്ക് വീനെ എന്തായിട്ടാണ് നമ്മൾ എടുത്തത്? -d ആയിട്ട് എടുത്ത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -d/f. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഓഫ് എന്താണ്? സിമ്പിൾ മൈക്രോസ്കോപ്പ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ f ആൻഡ് p ഈസ് f ആൻഡ് o ഈസ് 1 + d/f. ഇതായിരിക്കും ആ കേസിലുള്ള മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇത് പഠിച്ചോണം. അടുത്തതിനകത്തേക്ക് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ
കേസ് 2 എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. കേസ് 2-ൽ ഒബ്ജക്റ്റ് എവിടെയാണ്? മാഗ്നിഫൈഡ് ഇമേജ് കിട്ടണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ വെക്കണം? ഫോക്കസ് വെക്കുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റി ഫോം ചെയ്യും. അപ്പം കേസ് 2-ൽ ഞാൻ ഒബ്ജക്റ്റ് അറ്റ് ഫോക്കസിലാണ് വെക്കുന്നത്. ഫോക്കസിൽ വെക്കുമ്പോൾ ഇമേജ് ഇൻഫിനിറ്റിയിലാണ്. അതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കോളൂ. അതിൻ്റെ എന്താണ് ലെൻസ് വരച്ചു, പ്രിൻസിപ്പൽ ആക്സിസ് കൃത്യം ഫിക്സ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ കൃത്യം മാർക്ക് ചെയ്തു, ഫോക്കസ് മാർക്ക് ചെയ്തു, അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു, ഫോക്കസ് മാർക്ക് ചെയ്തു, സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഒബ്ജക്റ്റ് വെക്കുകയാണ്. ഒബ്ജക്റ്റ് ഞാൻ വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ലൈറ്റ് പാരലായിട്ട് വന്ന് വീണു. അത് എവിടെ കൂടെ പാസ് ചെയ്തു? ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു. പിന്നീട് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരച്ചു. കണ്ടോ? ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ പാരലായിരിക്കും. ഇത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇത് മുട്ടും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മുട്ടുമായിരിക്കും, ഇൻഫിനിറ്റിയിൽ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴത്തേക്കും മുട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇമേജ് ഈ ഭാഗത്ത് വല്ലതും ആയിരിക്കും ഫോം ചെയ്യുന്നതെന്നുള്ള ഓർത്താൽ മതി. ഇമേജ് ഈ ഭാഗത്ത് വല്ലതും ആയിരിക്കും ഫോം ചെയ്യുന്നതെന്ന് ഓർക്കാം. നമുക്ക് ഈ ഭാഗത്ത് വല്ലതും ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് ഓർക്കാം. ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരയ്ക്കൊന്നും വേണ്ട. പക്ഷേ നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് വരച്ചതേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാണ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഇതാണ് ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് വിചാരിച്ചു. ഓക്കെ ആണല്ലോ. ഇനിയും നമുക്ക് ഒരിക്കലും മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ HI/HO ആണ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് HI ഇൻഫിനിറ്റിയിൽ ഉണ്ടാകുന്ന ഇമേജിൻ്റെ ഹൈറ്റ് ഒരിക്കലും നമുക്ക് HO കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. HI നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എങ്ങനെ? ഇൻഫിനിറ്റിയിൽ ഉണ്ടാകുന്ന ഇമേജ് വലിയ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ് ഒരു ലോജിക്കായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആംഗുലാർ മാഗ്നിഫിക്കേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് M തന്നെയാണ്. പക്ഷേ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇമേജ് അറ്റ് ദ ഐ ഡിവൈഡഡ് ബൈ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഒബ്ജക്റ്റ് അറ്റ് ദി ഐ. ഇതാണ് സംഭവം. അതായത് ഇതെന്താണ്? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇമേജ് അറ്റ് ദ ഐ ഡിവൈഡഡ് ബൈ എന്താണ്? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഒബ്ജക്റ്റ് അറ്റ് ദി ഐ. ഒബ്ജക്റ്റ് അറ്റ് ദ ഐ. ഓക്കെ ആണല്ലോ. അപ്പം ഇനി തീറ്റ ഐയും തീറ്റ ഒ. തീറ്റ ഐ നോക്കിയേ, ഈ ഒബ്ജക്റ്റ് നമ്മുടെ ലെൻസിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഇതാണ് നമ്മുടെ തീറ്റ ഒ. ഈ ഇമേജ് നമ്മുടെ ലെൻസുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് വേണമെങ്കിൽ ജനറലി വേണമെങ്കിൽ എന്താണെന്ന് എടുക്കാം, നമുക്ക് വേണമെങ്കിൽ ഇതായിട്ട് എടുക്കാം, ഇല്ലേ? ഇതങ്ങ് എടുക്കാം. ഇത് തീറ്റ എന്താണ്? ഐ എന്നങ്ങ് എടുക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് ഞാൻ ട്രയാങ്കിൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഈ ഇമേജ് ലെൻസുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുക, അത് വേണമെങ്കിൽ ഇതും എടുക്കാം, എങ്ങനെ വേണേൽ എടുക്കാം, പ്രശ്നമില്ല. കാരണം ഇത് പാരലായതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് തീറ്റ ആയി വേണമെങ്കിലും എടുക്കാം. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ട്രയാങ്കിൾ വരച്ച് കാണിച്ചു തരാം. ഇനിയും നോക്കിയോ, ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. എനിക്ക് ഇനി തീറ്റ ഐയും തീറ്റ ഒയും കണ്ടുപിടിക്കാതെ എം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് നമ്മുടെ ഒബ്ജക്റ്റാണെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഒബ്ജക്റ്റാണ്. നോക്കിയോളൂ. അതായത് എൻ്റെ ഈ ഭാഗം ഞാൻ സൂം ചെയ്ത് വരയ്ക്കുകയാണ്, ഈ ഭാഗം ഞാൻ ഇങ്ങോട്ടേക്ക് സൂം ചെയ്ത് വരയ്ക്കുകയാണ്. നോക്കിയോളൂ. അപ്പം ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ലെൻസിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ, ഇത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ ഞാൻ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒബ്ജക്റ്റിനെ ഞാൻ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷനിൽ കൊണ്ടുവച്ചു. അതായത് U = F = D എന്ന് പറഞ്ഞൊരു കേസാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതായത് U എവിടാ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റിനെ എവിടെ വെച്ചിരിക്കുന്നത്? ഫോക്കസിൽ. ഫോക്കസ് എത്രയായിട്ട് എടുക്കാൻ പോകുന്നത്? D, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ കേസ് ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഈ കേസ് ഒന്ന് ഓർത്തിരിക്കണം. അത് വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതെങ്ങനെ വരുമെന്നോ ലാസ്റ്റ് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അത് ഞാൻ തീർത്ത് തരാം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഈ കേസ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇനി അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം, ഇതാണല്ലോ നമ്മുടെ ഫോക്കസിലാണല്ലോ നമ്മുടെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് U എന്ന് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ F എന്ന് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ D എന്ന് വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ഇതിനെ D എന്നാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഞാനിത് D എന്ന് എടുത്തു, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് ഡിവിഷൻ. എന്നിട്ട് ഇതാണല്ലോ നമ്മുടെ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഒബ്ജക്റ്റ് അറ്റ് ദി ഐ തീറ്റ. ഇവിടെ നിന്ന് ഞാൻ ടാൻ തീറ്റ ഒ കണ്ടുപിടിക്കാൻ പോകും. ടാൻ തീറ്റ കണ്ടുപിടിക്കുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. നോക്കിയോ, തീറ്റ ഒ ഡിവൈഡഡ് ബൈ HO ഡിവൈഡഡ് ബൈ D എന്നെടുക്കാം. സ്മോൾ ആംഗിൾ ആകുമ്പം ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു, ട്രിഗ്നോമെട്രിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് സ്മോൾ ആംഗിൾ ആകുമ്പോൾ നമുക്ക് ടാൻ തീറ്റനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു
തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ തീറ്റ ഒ ഈസിക്വൽ ടു നമുക്ക് എന്താ എച്ച് ഒ ഡിവൈഡ് ബൈ ഡി എന്ന് എടുക്കാം. അതവിടെ നിൽക്കട്ടെ, തീറ്റ ഒ കിട്ടി. ഇനി തീറ്റ ഐ കണ്ടുപിടിക്കണമല്ലോ. തീറ്റ ഐ കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ ഈ ഭാഗം ഞാൻ സൂം ചെയ്ത് വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോളൂ, ഈ ഭാഗം സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ വരുന്നു, ഇവിടെ ഇങ്ങനെ വരുന്നു. ഇതാണ് നമ്മുടെ എച്ച് ഐ, ഇതാണ് നമ്മുടെ എന്താണ് റേ, ഇതാണ് നമ്മുടെ തീറ്റ ഐ. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ലെൻസിൻ്റെ സെൻറ്ററാണ്. ലെൻസിൻ്റെ സെൻറ്റർ തൊട്ട് ഇമേജ് വരെയുള്ള ദൂരം, ഇമേജ് ഡിസ്റ്റൻസ് വി ആണ് നമുക്കറിയാം. ഇവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ടാൻ തീറ്റ ഐ എടുക്കാൻ പോവാണ്. ഓപ്പോസിറ്റ് എച്ച് ഐ ആണ്, അഡ്ജസ്റ്റൻറ്റ് വി ആണ്. സ്മോൾ ആംഗിൾ ആകുമ്പോൾ തീറ്റ ഐ ഈസിക്കൽ എന്ന് എഴുതാം, എച്ച് ഐ ഡിവൈഡ് ബൈ വി എന്ന് എടുക്കാം. ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഫിനിറ്റി ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ എച്ച് ഐ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എച്ച് ഐ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആദ്യമേ നമുക്ക് എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എം കിട്ടത്തില്ലേ? ഇത്രയും വലിയ ആംഗുലാർ മാഗ്നിഫിക്കേഷനൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇവിടെ വീണ്ടും എച്ച് ഐ വന്നുകൊണ്ട് ഈ എച്ച് ഐക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിന് കൊടുക്കാൻ വേണ്ടി നമുക്കറിയാം, ഈ മാഗ്നിഫിക്കേഷൻ ഈസിക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ വിച്ച് വിൽ ബി ഈസിക്വൽ ടു വി ബൈ യു ആണല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, എച്ച് ഐക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. എച്ച് ഐ ഈസിക്വൽ ടു വി ബൈ യു ഇൻറ്റു എച്ച് ഒ എന്ന് വരുന്നു, വി ബൈ യു ഇൻറ്റു എച്ച് ഒ എന്ന് വരുന്നു. അപ്പോൾ എച്ച് ഐക്ക് വരെ ഞാൻ ഇതിനകത്ത് ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തീറ്റ ഐ എന്തായിട്ട് മാറും, തീറ്റ ഐ ഈസിക്വൽ ടു എച്ച് ഐക്ക് പകരം വി ബൈ യു ഇൻറ്റു എച്ച് ഒ ഡിവൈഡഡ് ബൈ വി ആവും. ഈ വിയും കട്ട് ചെയ്ത് കളയുമ്പോൾ തീറ്റ ഐ ഈസിക്വൽ ടു എന്ന് വരുന്നു എച്ച് ഒ ഡിവൈഡ് ബൈ യു എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ തീറ്റ ഐയും കിട്ടി, തീറ്റ ഒയും കിട്ടി. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മതി. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എം ഈസിക്വൽ ടു എന്താണ്, ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ആംഗുലാർ ആണെന്ന് പ്രത്യേകം എടുത്ത് എഴുതണം കേട്ടോ. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എം ഈസിക്വൽ ടു തീറ്റ ഐ ഡിവൈഡ് ബൈ തീറ്റ ഒ ആണ്. തീറ്റ ഐ എന്ന് പറയുമ്പോൾ എച്ച് ഒ ഡിവൈഡ് ബൈ യു ഡിവൈഡ് ബൈ തീറ്റ ഐ എന്ന് പറയുമ്പോൾ എച്ച് ഒ ഡിവൈഡ് ബൈ യു എന്താണ്, തീറ്റ ഒ എന്ന് പറയുമ്പോൾ എച്ച് ഒ ഡിവൈഡ് ബൈ ഡി, എച്ച് ഒ ഡിവൈഡ് ബൈ ഡി. എച്ച് ഒ കട്ട് ചെയ്തിട്ട് ഡി മോളിൽ കയറും, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അപ്പോൾ ഡി ബൈ യു ആണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ, ഡിയും യുവും ഈക്വൽ ആയിട്ടല്ലേ എടുത്തത്, അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് മാഗ്നിഫിക്കേഷൻ 1 വരത്തില്ലേ എന്ന്. ഒരിക്കലും മാഗ്നിഫിക്കേഷൻ 1 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും സെയിം ആണെന്നല്ലേ. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും ഒരിക്കലും സെയിം ആകത്തില്ല. കാരണം എന്താ, ലെൻസ് വെക്കുന്നത് എന്തിനാ, അത് എൻലാർജ് ചെയ്ത് കാണാൻ. അപ്പോൾ ഒബ്ജക്റ്റിനേക്കാൾ എന്തുകൊണ്ടും സൈസ് കൂടുതലായിരിക്കും ഇമേജിന്. അപ്പം ഇവിടെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കേസിൽ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ, ഡി ബൈ യു ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ഡി ബൈ എഫ് എന്ന് എഴുതാം ഫൈനലി. അപ്പോൾ എം ഈസിക്വൽ ടു ഡി ബൈ എഫ് ആണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. മറ്റേത് 1 + ഡി ബൈ എഫും, ഇത് വെറും ഡി ബൈ എഫ്. ഇനിയും ഇതിനകത്ത് ഏത് ഇതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഫിനിറ്റി വെക്കുന്നതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യുന്നതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം മറ്റേതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്ന ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ 25 സെൻറ്റിമീറ്ററിലാണ്. 25 സെൻറ്റിമീറ്ററിൽ ഒരു പത്ര പേപ്പറിൽ നിങ്ങളുടെ ബുക്ക് 25 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ കണ്ണിൽ നിന്ന് ഇത്രയും ദൂരെ കാണത്തുള്ളൂ. ഇത്രയും അടുത്ത് നിങ്ങളൊരു നിങ്ങളുടെ ഫിസിക്സിൻ്റെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് വായിച്ചാൽ തന്നെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവും. അപ്പം കണ്ണിന് സ്ട്രെയിൻ ഇല്ലാത്ത ഇമേജ് ഫോർമേഷൻ ആയിരിക്കും നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതേതാ, അത് ഒബ്ജക്റ്റ് ഫോക്കസ് വെക്കുമ്പോൾ ഉള്ള കേസാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ താഴോട്ട് അത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചാണ് കേട്ടോ 2 മാർക്കിനാണ്. അപ്പം ദിസ് മെത്തേഡ് ഈസ് എന്താണ്, ദിസ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ആസ് ഇറ്റ് വിൽ reduce strain on our eye as the image is formed at infinity. As the image is formed at infinity. Image is formed at infinity. ഓക്കെ, ഇത്രയുമേ ഉള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഇത്ര എഴുതിയാൽ മതി കേട്ടോ, പരീക്ഷയ്ക്ക് ഇത്ര എഴുതിയാൽ മതി. സിമ്പിൾ മൈക്രോസ്കോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് 1 ചിലപ്പോൾ ഏതെങ്കിലും ഒരു കേസേ ചോദിക്കുകയുള്ളൂ. ഇനി 2 കേസും സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് മാത്രമേ ചോദിച്ചുള്ളെങ്കിൽ ഈ 2 കേസും എഴുതി വെക്കണം. അപ്പോൾ മാർക്ക് ചിലപ്പോൾ 5 മാർക്കോ 4 മാർക്കോ ഒക്കെ ആയിരിക്കും. എനിവേ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ 2 എണ്ണം പഠിച്ചാലേ അടുത്ത കേസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഏതാണെന്നറിയാമോ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കാണുമ്പം നമുക്ക് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും പടം നല്ല പാടാണ്. ഒരു 5-8 പ്രാവശ്യമെങ്കിലും വരച്ച് പഠിച്ചിട്ട് വേണം പോകാൻ. പടം വരയ്ക്കാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. അപ്പോൾ അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഇത് ഡൗട്ട് ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്.
നോക്കിക്കോളൂ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് 2 ലെൻസാണുള്ളത്. അത് ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസ്, അത് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഒന്ന് ഐ ലെൻസ്, അത് ഞാൻ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ ആണല്ലോ. എന്നിട്ട് കൃത്യം നിങ്ങൾ വരയ്ക്കുമ്പം അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് കൃത്യം സെൻറ്ററിൽ വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ഇവിടുത്തെ ഫോക്കസ് ഒന്നും ഇപ്പോൾ വരയ്ക്കല്ലേ. ഫോക്കസ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരുത്തി വരയ്ക്കേണ്ടി വരും. വീണ്ടും തുടച്ച് വരയ്ക്കേണ്ടി വരും. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒബ്ജക്റ്റ് അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് ഇവിടെ ഒന്ന് പാരലൽ ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് പോവുക. എന്നിട്ട് ഇവിടെ ഒന്ന് എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങനെ കൊണ്ടുപോവുക. ഇതിനെ ഇങ്ങനെ കൊണ്ടുപോവുക. ഇത് നേരെ ഇവിടോട്ട് കൊണ്ട് പതിപ്പിക്കുക. ഓക്കെ. ഇതാണല്ലോ നമ്മുടെ ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെ നോക്കിയേ, ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുമ്പോൾ തന്നെ ഇതിങ്ങനെ പോകുന്നു, കണ്ടോ, ഇതിങ്ങനെ വന്ന് ജോയിൻ ചെയ്യും. എന്നിട്ട് ഇതിനെ ഇവിടോട്ട് കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ച് കണക്ട് ചെയ്യുക. അത് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇത് നമുക്കറിയാമല്ലോ, റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോക്കസിലേക്ക് കൂടെ പാസ് ചെയ്യത്തുള്ളൂ. പവിത്ര, ഞാൻ ഇന്ന് പഠിപ്പിച്ചതേ പഠിപ്പിക്കുന്നുള്ളൂ, ന്യൂമറിക്കൽ എടുക്കുന്നില്ലേ? സർ കാസിഗ്രീൻ ടെലിസ്കോപ്പ് എടുക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ഞാൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പേ ആയല്ലേ, ശ്രദ്ധിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, നോക്കിയോ. അപ്പം ഇവിടെ എന്താണ്, ഇതാണ് നമ്മൾ റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഫോക്കസ് കൂടെ അല്ലേ പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതങ്ങ് ഫിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ FO, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. അല്ലാതെ ആദ്യം കൊണ്ട് FO വരച്ച് വെക്കരുത്, നിങ്ങൾക്ക് വരയ്ക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് ഈ ട്രിക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് രണ്ടും ക്രോസ് ചെയ്തതിൻ്റെ ഈ ഭാഗമില്ലേ, ഈ ഭാഗമായിരിക്കും നമ്മുടെ ആ ക്രോസ് ചെയ്യുന്നത് നമ്മൾ മറ്റേ ഐ ലെൻസിൻ്റെ ഫോക്കസിലായിരിക്കും. അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, FE എന്നങ്ങ് മാർക്ക് ചെയ്യുക. ഇതാണ് FE. ഓക്കെ ആണല്ലോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ ട്യൂബ് ലെങ്ത് എന്ന് വിളിക്കും. അതൊന്ന് മാർക്ക് ചെയ്തേക്കുക, ട്യൂബ് ലെങ്ത്. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ ബാക്കി ഇതുണ്ട്. ഇവിടെ ഒന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെ ഒന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഇതിനെ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് സ്കെയിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇതിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നോക്കിയോ, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനെയും എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് രണ്ട് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്തിടത്തായിരിക്കും നമുക്ക് വേണ്ട ഇമേജ്, നമ്മൾ കാണുന്ന ഇമേജ്. നമ്മൾ എവിടെ നിന്നാണ് കാണുന്നതെന്ന് അറിയാമോ? നമ്മുടെ കണ്ണ് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ഇനിയും മാർക്ക് ചെയ്യാം, HO മാർക്ക് ചെയ്യാം. ഇതാണ് HO. ഇതാണ് നമ്മുടെ ഇമേജ്. HI എന്ന് എടുക്കാം. HI എന്ന് പറയുമ്പം ആദ്യത്തെ ഇമേജ് നമുക്ക് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. ഈ ആംഗിളിനെ ഞാൻ ബീറ്റ എന്നങ്ങ് എടുക്കുകയാണ്. അത് ആവശ്യമുണ്ട്, അവിടെ കിടക്കട്ടെ. ഈ ആംഗിളും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബീറ്റ ആയിരിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മതി. ഓക്കെ. ഇനിയും നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ, അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യങ്ങൾ ഇതാണ്. എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? ഈസ് എ ഡിവൈസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഫോർ മാഗ്നിഫിക്കേഷൻ ഓഫ് സാമ്പിൾ. used for magnification of sample ഓക്കെ ആണല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അതായത് ഇനി ഒരു അടുത്ത പോയിൻ്റായിട്ട് എഴുതേണ്ടത്, ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പ് വിത്ത് ഹൈ റെസല്യൂഷൻ and uses two sets of lens for providing 2D image. ഇനി അതിന് 2 ലെൻസ് ഉണ്ട്, അതും ഒന്ന് മാർക്ക് ചെയ്തേക്കുക. 2 ലെൻസ് ഉണ്ട്. 2 ലെൻസസ് ഒന്നെന്താണ്, ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസ്, ഒന്നെന്താണ് ഐ ലെൻസിന് വേറൊരു പേരുകൂടെ ഉണ്ട്, ഓക്കുലാർ ലെൻസ് എന്നൂടെ ഒരു പേരുണ്ട്. ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ പ്രോസസ്സ് അതും പഠിച്ചിരിക്കണം. നോക്കിക്കോളൂ, പ്രോസസ്സ് ഞാൻ സിമ്പിൾ മൈക്രോസ്കോപ്പൂടെ ചേർത്താണ് ഇത് വരുന്നതെന്നുള്ളത് പറയാൻ കാരണം, ഈ പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? എന്താണ് ലൈറ്റ് ഫ്രം an object is made to fall on
the objective lens of focal length FO. ഓക്കെ ആണല്ലോ. A real and inverted image is formed either on the focus of the islands or between focus and optic center. രണ്ട് കണ്ടീഷൻ പോസിബിൾ ആണ്, നേരത്തെ പോലെ തന്നെ. ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ഐലൻഡ്സ് ഇനി ഐലൻഡ്സ് കഴിഞ്ഞില്ല. which act as an object for the islands and a magnified virtual and inverted image is formed near the objective lens. ഈ പ്രോസസ്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നതാണ്. ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ മോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺസിഡർ ടു ലെൻസ്, ഒബ്ജക്റ്റീവ്, ഐലൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, എന്നിട്ട് ആ ഡെറിവേഷനിലോട്ട് പോയാൽ മതി. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ഇത് ഒന്നുകൂടെ പറഞ്ഞ് എഴുതിയ സാധനം പറഞ്ഞുതരാം. നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നു. ഈ ഒബ്ജക്റ്റിൻ്റെ ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് ഈ എന്താണ്, ഇത് ഒബ്ജക്റ്റീവ് ലെൻസാണ്, ഇത് ഐ ലെൻസാണ്. എന്നിട്ട് ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കസ് കൂടെ പോയിട്ട് നോക്കിയോ, ഈ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? നമുക്കൊന്നെങ്കിൽ ഇപ്പം ഞാൻ ഐ ലെൻസിൻ്റെ ഫോക്കൽ പോയിൻറ്റിൽ ഇമേജ് ഫോം ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ പടം വരച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇമേജ് ഫോം ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും അതിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെയും ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ഫോം ചെയ്യുന്ന രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, പക്ഷേ പടം വരയ്ക്കുമ്പോൾ ഇത് മാത്രം വരച്ചാൽ മതി, എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെയും രണ്ട് കണ്ടീഷൻ പോസിബിൾ അല്ലേ നമ്മൾ. അപ്പം ഇവിടെ നോക്കി, ഇപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജാണ് ഇവിടെ പതിഞ്ഞത്. കാരണം ഇവിടെ ഒരു സ്ക്രീൻ വെക്കുവാണെങ്കിൽ ഈ ഇമേജ് ഇവിടെ പതിഞ്ഞേനെ. അപ്പം ആ ഇമേജാണ് ശരിക്കും ഇതിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇമേജിൻ്റെ റേ ഇങ്ങനെ വന്നിട്ട് നോക്കി ഒരു വെർച്വൽ ആയിട്ടുള്ള അതായത് സ്ക്രീൻ വെച്ചാൽ കാണാത്ത തലതിരിഞ്ഞ, നോക്കിയോ, ഈ ശരിക്കുള്ള ഒബ്ജക്റ്റ് ഇങ്ങനെ ആയിരിക്കുന്നത്, ശരിക്കുള്ള ഇമേജ് എങ്ങനെ ഇങ്ങനെ തലതിരിഞ്ഞ വലിയ, അതായത് മാഗ്നിഫൈഡ് വെർച്വൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്, കണ്ടോ, തലതിരിഞ്ഞ ഇമേജാണ് നമുക്കിവിടെ പതിയുന്നത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ രണ്ട് ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പം ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ ലെൻസ് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം ഇത് രണ്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഈ ME കണ്ടുപിടിക്കാം. ME-യുടെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ രണ്ട് കേസ് നേരത്തെ കൺസിഡർ ചെയ്ത പോലെ എടുത്താൽ മതി. എന്താ, നമ്മളിപ്പം എടുക്കുകയാണ്, ഇത് ഫോക്കസിലാണ് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് ഐ ലെൻസിൻ്റെ ഫോക്കസിലാണ് പതിഞ്ഞെങ്കിൽ നമുക്ക് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഫോക്കസിലുള്ള കണ്ടീഷൻ എടുത്തിട്ട് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ചാൽ മതി. ഇനിയും ഇത് ബിറ്റ്വീൻ F ആൻഡ് O ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ രണ്ടാമത്തെ കണ്ടീഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പം ഞാൻ അത് ഡിറൈവ് ചെയ്തൊന്നും എഴുതി വെക്കുകയൊന്നും വേണ്ട, നിങ്ങൾ ആദ്യം ഇതുണ്ട് ഇങ്ങനെ ഈ ഒരു കേസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇതുണ്ട്, if the image from the objective lens is made to fall on the focal point അല്ലെങ്കിൽ focus of ഐലൻസ് ആണെങ്കിൽ, നമുക്കറിയാം ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ, ME = നമ്മൾ പറഞ്ഞായിരുന്നു D/F ആണ്. അപ്പോൾ ഇവിടെ ഐലൻസ് ആയതുകൊണ്ട് തന്നെ D/F എന്ന് എടുക്കുന്നു.
ഓക്കെ, ഇനിയും അടുത്ത കേസ് ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ചുരുക്കിയിട്ട് ഈ ഒരു ലൈനിനകത്ത് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാം. ഇനിയും ഇഫ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് മെയ്ഡ് ടു ഫോൾ ഓൺ അല്ലെങ്കിൽ മെയ്ഡ് ടു ഫോൾ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ഐലൻസ് ആണെങ്കിൽ നമ്മൾ മാഗ്നിഫിക്കേഷൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ME = 1+D/FE എന്ന് ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഐലൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് കേസ് ഇട്ട് കൊടുത്തിട്ട് കണ്ടുപിടിക്കണം. ഇനിയും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഈ പടത്തിനകത്തെ ഈ ഭാഗം ഞാനൊന്ന് സൂം ചെയ്ത് വരയ്ക്കാൻ പോവാണ്. ഈ ഭാഗം മാത്രം ഒന്ന് സൂം ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ. നോക്കാം നമുക്ക്. അങ്ങനെ സൂം ചെയ്ത് വരയ്ക്കുമ്പോൾ നോക്കിയോളൂ, ഈ ഭാഗം മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, ഇതൊരു ലൈറ്റർ ഇങ്ങനെ വരുന്നു, ഇത് നേരെ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നു. ഇത് HI ആണ്. ഓക്കെ, അപ്പം ഇതേ ഹൈറ്റ് തന്നെ ഇവിടെ എടുക്കുന്നു. ഇത് നമ്മുടെ FO ആണ്, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് ഇത്രയും. പിന്നെ ഇവിടെ ഇത് ഫോക്കൽ ലെങ്ത്, ഇത് നമ്മുടെ ഐ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്യൂബ് ലെങ്ത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു നേരത്തെ ബീറ്റ ആയിട്ട്. ഇത് ബീറ്റ ആണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഇതും ബീറ്റ ആയിരിക്കും. ഞാൻ ടാൻ ബീറ്റ കണ്ടുപിടിക്കാൻ പോകുന്നത് ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു Oയും ഇവിടെ ഒരു Aയും ഇടാം. അപ്പോൾ ട്രയാങ്കിൾ OAFO, ഈ പോയിന്റ് FO അല്ലേ? അപ്പോൾ OAFO എന്ന് പറയുന്ന ട്രയാങ്കിളിനകത്ത് ടാൻ ബീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ AO ആണ്. OA / അഡ്ജസൻറ്റ് OFO എന്ന് വരുന്നു. അപ്പോൾ നമുക്കറിയാം OA എന്ന് പറയുമ്പോഴത്തേക്കും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് തന്നെയാണ്. HO / FO എന്ന് എഴുതാം. അടുത്ത ട്രയാങ്കിൾ നോക്കി, ഈ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ഇതിനെ ഇത് FE ആണ്, ഇത് P എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഈ പോയിന്റിനെ നമുക്ക് FO എന്നാണല്ലോ എടുക്കുന്നത്. അപ്പം FO FE P ഇതാണ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ എടുത്തിട്ട് അവിടെയും ടാൻ ബീറ്റയുടെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, ഓപ്പോസിറ്റ് സൈഡ് HI ആണ്, അഡ്ജസൻറ്റ് സൈഡ് ട്യൂബ് ലെങ്ത് L ആണ്. രണ്ട് സൈഡിലെയും ടാൻ ബീറ്റ തന്നെയാണ്. ഈ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? HO/FO = HI / എന്തെന്ന് കിട്ടും? L എന്ന് കിട്ടും. ഇതിൽ ഈ Lനെ ഇങ്ങോട്ടും HOനെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ HI / HO = എന്താണ്? L/FO എന്ന് കിട്ടും. HI/HO അല്ലേ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് കിട്ടി. എന്താണ്? MO = എന്താണ്? L/FO. ഓക്കെ, ഇനിയും നമ്മൾ ഫൈനൽ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. ഫൈനൽ ഇക്വേഷൻ M = എന്താ? MO × ME ആണ്. ആദ്യത്തെ കേസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ MO L/FO × ME എന്തായിരിക്കും? D/FE ആയിരിക്കും. ഇതാണ് ആദ്യത്തെ കേസിലെ, ഫസ്റ്റ് കേസിലെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ. ഇനി സെക്കൻഡ് കേസിലെ മാഗ്നിഫിക്കേഷൻ, ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ MO × ME എന്ന് തന്നെയാണ്. പക്ഷേ അവിടുത്തെ MO ഫിക്സ്ഡ് ആണ്, L/FO ആണ്. പക്ഷേ ME എന്താവും? 1+D/FE എന്നാവും. ഇതാണ് രണ്ടാമത്തെ കേസിലെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഒത്തിരി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഡെറിവേഷൻ എത്ര ഉള്ളതെന്നറിയോ? അതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് then ഇവിടെ കഴിയുക ഈ ഡെറിവേഷൻ. then ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് then ഇത്രയും കഴിഞ്ഞ് ഇവിടെ തീരുവാണ്. ഉണ്ടോ? ഇത്രയും തീരുവാണ്. ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ. എത്രയും പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ഈ പടം മസ്റ്റായിട്ട് പഠിക്കണം. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 2 മാർക്ക് പടത്തിനാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 2.5 മാർക്ക് 3 മാർക്കോളം പടത്തിന് കിട്ടും. പടം വരച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും മാർക്ക്. അപ്പം പടം വരയ്ക്കുക, ഇക്വേഷനൊക്കെ അത്യാവശ്യം തട്ടിമുട്ടി എഴുതിയാൽ തന്നെ മാർക്ക്, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്ക് പോക്കറ്റ് വീഴും. 3 മാർക്ക് മാത്രമായിട്ട് മേടിക്കാനിരിക്കാതെ ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് തരികയാണ്. 1, 2, 3 തവണയൊക്കെയാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഇനിയും ടെലസ്കോപ്പാണ് പഠിക്കാനുള്ളത്. ടെലസ്കോപ്പിനകത്ത് ഇതേപോലൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. നമുക്ക് ടെലസ്കോപ്പിനകത്തും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നോർമൽ HI/HO ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ തന്നെ അവിടെ ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. അപ്പം ടെലസ്കോപ്പ് ഇടുകയാണ്. ടെലസ്കോപ്പ് 2 ടൈപ്പ് ഉണ്ട്, റിഫ്ലക്റ്റിങ്ങും റിഫ്രാക്റ്റിങ്ങും ഉണ്ട്. നമ്മൾ ആദ്യം റിഫ്രാക്റ്റിങ്ങിനെയാണ് നമുക്ക് ഡെറിവേഷൻ പഠിക്കാനുള്ളത്. റിഫ്ലക്റ്റിംഗ് ജസ്റ്റ് ഒരു പടവും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും മാത്രമേ പഠിക്കാവുള്ളൂ. അപ്പം റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ തന്നെ
നോക്കിക്കോളൂ. അതിന് ഈ പറഞ്ഞ പോലെ 2 ലെൻസ് ഉണ്ട്. ഈ ലെൻസിനെ വലിയ സൈസും ചെറിയ സൈസാക്കി ആയിട്ടൊന്നും വരയ്ക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇച്ചിരി വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്താൽ മതി. ഇതെല്ലാം പടം വരച്ച് കഴിഞ്ഞ് ഫോക്കൽ ലെങ്ത് ഒക്കെ കൊടുക്കാതിരിക്കുക. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഫോക്കൽ ലെങ്ത് കൊടുത്തിട്ട് പടം വരയ്ക്കാതിരുന്നാൽ നിങ്ങളുടെ എല്ലാം തെറ്റിപ്പോകും. നിങ്ങൾ തുടച്ച് നിങ്ങളുടെ ഇന്നിപ്പം ഓഫ്ലൈൻ വന്നവർക്കെല്ലാം അങ്ങനെ പണി കിട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പടം വരച്ചിട്ട് നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് മാർക്കിങ് കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, അടുത്ത ലെൻസ് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പ്രിൻസിപ്പൽ ആക്സിസ് കൃത്യമായിട്ട് വരച്ചു. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ്, ഇതാണ് നമ്മുടെ ഐ ലെൻസ്. ഒരു കാര്യം ആലോചിച്ചോണം, ഈ ടെലസ്കോപ്പ് എന്ന് പറയുമ്പോൾ ആകാശത്തുള്ള ആൾക്കാരെയല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആകാശത്തുള്ള ആൾക്കാരെ മീൻസ് അറിയാലോ ആകാശത്തുള്ള ആരൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നോക്കുന്ന സമയത്ത് ലൈറ്റ് ഒരിക്കലും പാരലായിട്ട്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടല്ലായിരിക്കും വരുന്നത്, പ്രിൻസിപ്പൽ ആക്സിസിന് ഒബ്ലീക്ക് ആയിട്ടായിരിക്കും വരുന്നത്. അതായത് ഇങ്ങനെയായിരിക്കും ലൈറ്റ് റേ വരുന്നത്, പക്ഷേ വരുന്ന ലൈറ്റ് റേ പാരലായിരിക്കും. അപ്പം അത് പ്രത്യേകം ഓർക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈറ്റ് റേ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഒപ്റ്റിക് സെൻറ്ററാണ്, ഇതിൻ്റെ ഒപ്റ്റിക് സെൻറ്ററാണ്. ഓക്കെ, എന്നിട്ട് അടുത്തത് പാരലായിട്ടാണല്ലോ വരുന്നത്, ഒബ്ലീക്കായിട്ട് വന്ന് വീണെന്ന് പറഞ്ഞാൽ അപ്പോൾ അടുത്ത ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരയ്ക്കുന്നു. 2 എണ്ണം വരയ്ക്കുന്നുള്ളൂ. ചില സ്കൂളിൽ 2 ഇങ്ങനെയും കൂടെ വരച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, 2 എണ്ണം മതി. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം എന്തായാലും റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് നോക്കിയോളൂ, ഇവിടെ വരുന്നു. റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വീഴുന്നു എന്ന് കരുതിക്കോ. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയി. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന എവിടെയാണോ ആ പോയിൻ്റാണ് നമ്മുടെ നോക്കിയോ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസും ആകുന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ രണ്ടുപേരുടെയും ഫോക്കൽ ലെങ്തിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ട്യൂബ് ലെങ്ത്. അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നർത്ഥം. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഈ റേ ഡയഗ്രാം ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇവിടെ നിന്ന് ഇത് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇതെന്ത് ചെയ്യുന്നു, പാരലായിട്ട് ഞാനിങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ പോവാം പാരലായിട്ട്. അപ്പോൾ എനിക്ക് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഇതിന് പാരലായിട്ട് ഇവിടെയും കൂടെ ഒരു ലൈറ്റർ ഞാനങ്ങ് വരയ്ക്കുകയാണ്. ഇവിടെ ഈ ഒരു ലൈറ്ററേ ആണെന്ന് വിചാരിച്ചു. കാരണം കുറേ ലൈറ്ററേ ഉണ്ടല്ലോ, കോടിക്കണക്കിന് ലൈറ്റർ ഇങ്ങനെ കുറേ ലൈറ്ററേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കുറേ ലൈറ്റർ എന്ത് ചെയ്യും, ഇങ്ങനെ കടന്നു പോകുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അതിൽ 2-3 എണ്ണം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി നോക്കിയോ, നമ്മുടെ ഇതാണ് നമ്മുടെ സ്റ്റാറാണെന്ന് വിചാരിച്ചു. സ്റ്റാറിൻ്റെ ഇമേജാണ് ഈ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെർച്വൽ ലാസ്റ്റ് ഫൈനൽ ഇമേജാണ് തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ സ്റ്റാറും ഈ ലെൻസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെ നമ്മൾ ആൽഫ എന്ന് എടുക്കുന്നു. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതും ആൽഫ എന്ന് എടുക്കുന്നു. നമ്മുടെ ഇമേജ് ഇതല്ലേ, ഇത് നമ്മുടെ കണ്ണ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ കണ്ണുമായിട്ട് മേക്ക് ചെയ്യുന്നത് ഈ ആംഗിൾ ഞാൻ ബീറ്റ എന്ന് എടുക്കുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഇതും പാരലായതുകൊണ്ട് ഇതും ബീറ്റയാണ്, ഇതും പാരലായതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്, ഈ ആംഗിളും എന്തായിട്ട് തന്നെ എടുക്കുകയാണ്, ഈ ആംഗിളും ബീറ്റ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് കൺസിഡർ ചെയ്യാനായിട്ട് പോവാണ്. നോക്കിക്കോളൂ, കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, ഇവിടെ ഈ പാരലൽ ലൈൻ വരയ്ക്കുമ്പോഴേ നമ്മുടെ ആ ഇമേജിൻ്റെ താഴെ കൂടെ പോകുന്ന രീതി വരയ്ക്കണേ. ഞാൻ വരച്ചതിനകത്ത് ചെറിയൊരു ഇതുണ്ട്. അതായത് ഇതിന് പാരലായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യണം. ഇതെന്ത് ചെയ്യണം, ഇത് നമ്മുടെ ആ ഇമേജിൻ്റെ കൃത്യം താഴെ കൂടെ പോകുന്ന രീതിയിൽ ഒന്ന് കൺസിഡർ ചെയ്യണേ. ഞാൻ വരച്ചതിനകത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നിങ്ങൾ സ്കെയിലൊക്കെ ഇട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. വലിയ ആഡംബരമൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ താഴെ കൂടെ ഒന്ന് കൊണ്ടുപോകുന്ന രീതിയിലൊന്ന് വരച്ചാൽ മതി പാരൽ. പക്ഷേ ഇതിന് പാരലായിരിക്കണം. ഞാൻ വരച്ചതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അതാണ് ഇത് പാരലാവാത്തത്. ഇനി അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഇത് ബീറ്റ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതും ബീറ്റ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് വെച്ചേ. കാരണം ഇതും പാരലാണ്, ഈ ലൈൻ ട്രാൻസ്വേഴ്സലാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരിക്കലും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് അങ്ങ് ഇൻഫിനിറ്റി ഇരിക്കുക, അതിൻ്റെ ഹൈറ്റ് ഒന്നും ഒരിക്കലും പോയി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇമേജ് ഇതിനകത്താണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഹൈറ്റും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ജനറൽ കേസിലുള്ള m = hi/ho വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് സാരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഉപയോഗിക്കും. ആംഗുലാർ മാഗ്നിഫിക്കേഷൻ എന്താണെന്നറിയാമോ, m ആണ്. m എന്താണെന്നറിയോ, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ, നേരത്തെ പോലെ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇമേജ് അറ്റ് ദ ഐ. ഇവിടെ നോക്കിയേ, ഇമേജ് ഐയുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിൽ നമ്മൾ ബീറ്റ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്.
ഒബ്ജക്റ്റ് ലെൻസുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത് ആൽഫയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആംഗിൾ സബ്റ്റൻഡ് ബൈ ഒബ്ജക്റ്റ് അറ്റ് ദി ഐയും ഇമേജ് അറ്റ് ദി ഐയും, അപ്പം ഈ ഒബ്ജക്റ്റ് ഐയുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഇതല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, നമ്മൾ ഈ ലെൻസിനെ നമ്മുടെ കണ്ണായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ കണ്ണാടി വെച്ചിരിക്കുകയാണല്ലോ. എൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കണ്ണാടിയാണ്. കാരണം ഈ കണ്ണാടി ഇല്ലെങ്കിൽ എനിക്ക് ഒരു 1.5 മീറ്റർ അപ്പുറത്തോട്ടുള്ള സാധനങ്ങൾ എനിക്ക് ബ്ലറായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ കണ്ണാടിയാണ് കണ്ണ്. അപ്പോൾ ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ണാടി മുതലുള്ള കാര്യങ്ങളായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം അതാണ് ഇവിടെ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ലെൻസ് തന്നെയാണ് നമ്മുടെ കണ്ണായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഓർക്കുക. അപ്പോൾ ബീറ്റ ബൈ നമുക്ക് എന്തെന്ന് എടുക്കാം? ആൽഫ എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി ബീറ്റ കണ്ടുപിടിക്കുക, ആൽഫ കണ്ടുപിടിക്കുകയാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ഇതാണ്. ഓക്കെ ആണല്ലോ? ഇതാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഇമേജിൻ്റെ ഹൈറ്റിനെ ഞാൻ HI അങ്ങ് എടുക്കുകയാണേ. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്, ഞാൻ പേരും കൂടെ കൊടുത്തേക്കാം. ഇത് OA, ഇത് A', ഇത് B' എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ OA', B' എടുക്കാൻ പോവാണ്. എന്നിട്ട് അതിനകത്ത് ഞാൻ എന്തെടുക്കാൻ പോകുന്നറിയോ? ടാൻ ആൽഫ എടുക്കാൻ പോവാണ്. ടാൻ ആൽഫ ഈസിക്കലും എന്താ? ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? HI ആണ്. അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് അല്ലേ, അത് FO ആണ്. സ്മോൾ ആംഗിൾ വരുമ്പം ആൽഫ ഈസിക്കലും എന്താണെന്ന് എഴുതാം? HI/FO എന്ന് എഴുതാം. കഴിഞ്ഞു. അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് ഈ ചെറിയ ട്രയാങ്കിൾ ആയിരിക്കും. ഈ ട്രയാങ്കിൾ എടുത്തിട്ട് അവിടുത്തെ ടാൻ ബീറ്റ എടുക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ ഇത് വല്ല എന്ന് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ A'/B', ആണ്. അവിടെ നിന്ന് ഞാൻ ടാൻ ബീറ്റ കണ്ടുപിടിക്കാൻ പോവാണ്. ടാൻ ബീറ്റ ഓപ്പോസിറ്റ് HI തന്നെയാണ്. അഡ്ജസൻ്റ് എന്ന് പറയുമ്പം അവിടെ അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ ഈ സൈഡാണ്. ഈ സൈഡ് എന്ന് പറയുമ്പോൾ FE ആണ്. FE സ്മോൾ ആംഗിൾ ആകുമ്പോൾ ബീറ്റ ഈസിക്കലും എന്താ? HI/FE എന്ന് എടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റയും കിട്ടി, ആൽഫയും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആംഗുലാർ മാഗ്നിഫിക്കേഷനകത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം HI/FE ആണ്. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എന്ന് പറയുന്നത് HI/FO ആണ്. ഇത് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ FO മുകളിൽ പോവും, FE താഴെ വരും. അപ്പോൾ നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്തായി? FO/FE. ഇതായിരിക്കും ഫൈനൽ മാഗ്നിഫിക്കേഷൻ. കണ്ടോ? ഈ ഡെറിവേഷൻ ഇത്രയും ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും മതി. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ അതിനപ്പുറത്തോട്ടൊരു സാധനം ഇല്ല. മനസ്സിലായി? ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ടുള്ള പറ്റും. ഇനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ ME=FO/UE എന്ന് വേണമെങ്കിൽ എടുത്തെഴുതാം. അത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്. ഇത് തന്നെ മതി. ആവശ്യമുണ്ടെങ്കിൽ ഇത് ചില കേസിൽ ഇതൊക്കെ വെച്ചിട്ട് ന്യൂമറിക്കൽ ചെയ്യിക്കാറുണ്ട്. അതൊന്ന് ഓർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പാണ്. കെസഗ്രെയിൻ എന്ന് പറയും. കെസഗ്രെയിൻ ടെലസ്കോപ്പ് എന്ന് പറയും. അത് റിഫ്ലക്റ്റിംഗ് ആണ്. റിഫ്ലക്റ്റിംഗ് എന്ന് പറയുമ്പോൾ പടം വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കി വരയ്ക്കണം. അല്ലെങ്കിൽ അവർ വെട്ടിക്കണ്ടി ചെയ്യത്ത് കളയും. കാരണം ഇത് എളുപ്പമുള്ള സാധനമാണ്. ഇതിനകത്ത് ചോദിക്കുവാണെങ്കിൽ പടം വരയ്ക്കാനും ഇതിന് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ മിററാണ്. ഇവിടെ ഒരു കോൺവെക്സ് മിറർ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റീവ് എന്നുള്ള ലൈറ്റ് റേ ഇവിടെ വന്ന് ഇങ്ങനെ വീഴുന്നു. ഇവിടെ നിന്ന് റിഫ്ലക്ഷൻ സംഭവിച്ച് ഇവിടെ വന്ന് വീഴുന്നു. ഇവിടെ നിന്ന് റിഫ്ലക്ഷൻ സംഭവിച്ച് ഇവിടെ വന്ന് വീഴുന്നു. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബിനകത്ത് ഒരു ചെറിയ ലെൻസ് ഉണ്ട്. ഈ ലെൻസിൻ്റെ ഇവിടാണ് നമ്മുടെ കണ്ണ്. അപ്പം ഈ ലൈറ്റ് റേ ഇവിടെ വന്ന് വീഴുന്നു. റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് കൃത്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണിൽ വന്ന് വീഴുന്നു. ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ? ഇത്ര വരച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണാതെ പഠിക്കുക. ME=FO/FE അഥവാ R/2FE എന്ന് വേണമെങ്കിലും എടുക്കാം. ഇതിനായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ്. ഇത് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ പറയാൻ മറന്നുപോയി അവരോടൊക്കെ. അതായത് ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നാമക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട് തമിഴ്നാട്ടിൽ. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരാളുടെ വീട്ടിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ അപ്പൂപ്പനൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ പുള്ളി മേടിച്ച ഒരു സാധനം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. തൊടാൻ പറ്റത്തില്ല. ഒരു കയ്യിലിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. തൊട്ട് കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു പോകും. അമ്മാതിരി അത്രയും പഴക്കമുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്നല്ല, തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഇളകി താഴെ പോകും. അതർത്ഥം. അപ്പം പുള്ളി നമ്മളെ കാണിച്ചായിരുന്നു ഈ ഒരു സംഭവം. അപ്പം ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ മിററൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഈ സെയിം സാധനം തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ടത് പറഞ്ഞു തരാൻ പറ്റുന്നത്.
ഇനി ഇവിടുത്തെ അഡ്വാൻറ്റേജ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എപ്പോഴും റിഫ്രാക്ഷനെക്കാട്ടിലും കൂടുതൽ അഡ്വാൻറ്റേജ് റിഫ്ലക്ഷനാണ്. റിഫ്രാക്ഷൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ, അതായത് അഡ്വാൻറ്റേജസ് ഓഫ് റിഫ്ലക്റ്റിംഗ് ഓവർ റിഫ്രാക്റ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിന് ഹൈ റെസൊല്യൂഷൻ ഉണ്ട്. ഹൈ റെസൊല്യൂഷൻ ഫോർ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, ഫ്രീ ഫ്രം ക്രോമാറ്റിക് ആൻഡ് സ്പെരിക്കൽ അബറേഷൻ. ABBERATION ആണ് അബറേഷൻ. ഈ ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ലെൻസ് ഉണ്ടല്ലോ, ലെൻസിന് ചിലപ്പം ലെൻസ് ഒരു എന്താണ് നോർമൽ അവൻ്റെ സ്വഭാവം അല്ലാതെ ചിലപ്പോൾ ഇച്ചിരി സ്വഭാവമൊക്കെ മാറ്റി കാണിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ലെൻസാണിതെങ്കിൽ ഇതിലോട്ടൊരു ലൈറ്റർ വന്നു വീണ് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു മഴവില്ലൊക്കെ അവനുണ്ടാക്കും. മനസ്സിലായോ? അങ്ങനെ മഴവില്ലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെലസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിൽ മഴവില്ലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ അറ്റത്തൊക്കെ മഴവില്ല് പോലെ ഇങ്ങനെ ഫോം ചെയ്യും. അതിൻ്റെ ലെങ്ത്തും സൈസും ഒന്നും നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ, ഇങ്ങനെ ബ്ലേഡ് ആയിട്ടിരിക്കും. അതായത് ഈ ടി വിയുടെയൊക്കെ പണ്ടുള്ള CRT ടി വികളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ, കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ CRT കംപ്ലൈൻ്റ് ആവും, കാഥോഡ് റേ 2 കംപ്ലൈൻ്റ് ആവും. അങ്ങനെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം സിനിമാ നടൻ ഇപ്പം മോഹൻലാൽ നടന്നു വരുവാണെങ്കിൽ മോഹൻലാലിൻ്റെ തല അതായത് മുഖം കൃത്യമായിട്ട് കാണാം, പക്ഷേ അതിൻ്റെ ഔട്ടർ കവറിങ്ങിൽ ഒരു 7 കളറായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ഇമേജാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ, സ്റ്റാറിൻ്റെ ഇമേജൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനെയാണ് ക്രോമാറ്റിക് അബറേഷൻ, കളറുമായിട്ട് ബന്ധപ്പെട്ട ഇത്. ഇനി സ്പെരിക്കൽ അബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ലെൻസിലോട്ട് എത്ര ലൈറ്റർ വന്ന് വീണാലും അത് റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് എവിടെ കൂടെ പാസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഫോക്കസിൽ കൂടെ. പക്ഷേ എല്ലാ ലെൻസിൻ്റെ കേസിലും അങ്ങനെയല്ല. ചില ലെൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഫോക്കസ് ആണെങ്കിൽ ഈ ലൈറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റർ ചിലപ്പോൾ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുമായിരിക്കും, ചില ലൈറ്റർ ഫോക്കസിന് അപ്പുറത്തൂടെ പാസ് ചെയ്യും, ചില ലൈറ്റർ ഫോക്കസിന് ഇപ്പുറത്തൂടെ പാസ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇമേജ് കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല, അതാണ് പ്രശ്നം. പക്ഷേ മിററിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തേത്, നമുക്ക് ലെൻസ് പണ്ടൊക്കെ ആണെങ്കിലുള്ളൂ, നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ബാഹുബലി 2-നകത്ത് ബാഹുബലിയുടെ മോൻ മറ്റേ ബല്ലാൽ ദേവൻ്റെ മോൻ്റെ തല വെട്ടിക്കൊണ്ട് വരുമ്പം അവിടെ നിന്നൊരു ഒരു എന്താണ് ടെലസ്കോപ്പ് വെച്ചിട്ട് ഒരു നോക്കുന്നൊരു സീനുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട്, ആദ്യം ഒരു ടെലസ്കോപ്പ് വെച്ചിട്ട് അതൊരു പണ്ട് കല്ലുകളായിരുന്നു, ഗ്ലാസ് അല്ലായിരുന്നു, വേറെ ശരിക്കും രത്നങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു അവർ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ചപ്പോഴത്തേക്കും അത് ക്ലിയർ ആകുന്നില്ല, ബ്ലറായിട്ടാണ്. അത് കൃത്യമായിട്ട് രാജമൗലി അതിനകത്ത് കാണിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ, ആ കല്ല് അവിടെ ഇരുന്ന് അനങ്ങുമായിരുന്നു. അതിനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ലെൻസിന് ഒരു അനക്കം സംഭവിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്യാമറയ്ക്കകത്ത് സെൽഫി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോ എടുക്കുകയാണ്, വിറച്ചുകൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, നല്ല അടിപൊളി ഫോട്ടോ കിട്ടുമായിരിക്കും അല്ലേ? അതേപോലെ തന്നെയുള്ളൂ പ്രശ്നം ഇല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇമേജ് കിട്ടത്തില്ല. അപ്പോൾ മറ്റേ ആ പുള്ളി കൈ വയ്യാത്തൊരു പുള്ളി ഉണ്ടല്ലോ അതിനകത്ത്, ആ പുള്ളി പറയുന്നുണ്ട് മാറ്റിയിട്ട് വേറെ വെക്കാൻ പറയുന്നു. അങ്ങനെ വേറെ വെച്ചപ്പോഴത്തേക്കും കൃത്യം എന്ത് ചെയ്തു, അതിനകത്ത് ഫിറ്റായിട്ടിരുന്നു. അത് നോക്കിയപ്പോഴത്തേക്കും കൃത്യം ആ തല വെട്ടിക്കൊണ്ട് വരുന്ന ആ ഒരു സീൻ കൃത്യമായിട്ട് അതിനകത്തൂടെ കാണാൻ പറ്റി. ഓക്കെ ആണല്ലോ? അപ്പോൾ അവിടെ ഈ ലെൻസ്, വലിയ ലെൻസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവരെ വെക്കാനുള്ള മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിറർ ആകുമ്പോൾ പ്രശ്നമില്ല. ചെറിയൊരു മിററിൻ്റെ ഒരു സൈഡ് എടുത്ത് സിൽവർ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ മിററായി, എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവനെ ഒതുങ്ങി അവിടെ ഇരുന്നോളും, അവന് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അല്ലേ? അപ്പം മെക്കാനിക്കൽ സപ്പോർട്ട് നീഡഡ് ഫോർ large diametered lens is major difficulty faced in refracting telescope. This is solved by എന്താണ്, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. ഓക്കെ, പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റേഡിയേഷനെയും ഒരേപോലെ റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ മിറർ. പക്ഷേ ലെൻസ് അങ്ങനെയല്ല, പല റേഡിയേഷൻസിന് നമുക്കറിയാമല്ലോ, അതുകൊണ്ടാണ് അവിടെ ക്രോമാറ്റിക് അബറേഷൻ ഉണ്ടാകുന്നത്.
അതായത് വിസിബിൾ സ്പെക്ട്രത്തിൽ തന്നെ 7 കളറുണ്ട്, 7 ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ 7 ഫ്രീക്വൻസി ഉള്ള ലൈറ്റിനെ 7ആയിട്ട് റിഫ്രാക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മിററിനെ സംബന്ധിച്ച് അതേൽ ഏത് ലൈറ്റ് വന്ന് വീണാലും അതിനെ റിഫ്ലക്റ്റ് ചെയ്യും, വിത്ത് 100% അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നാലാമത്തെ അതും കൂടെ വേണമെങ്കിൽ എഴുതാം. മിറർ റിഫ്ലക്റ്റ്, മിറർ മിറർ റിഫ്ലക്റ്റ്, റിഫ്ലക്റ്റ് all the radiation, all the radiation, radiation of light equally, of light equally. ഇത്ര ഉള്ളു കാര്യം. അപ്പം എല്ലാം ഇതിനകത്തെ ടോപ്പിക് എല്ലാം തീർന്നു. പിന്നെ കുറച്ച് കൺസെപ്റ്റുകളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് ലെൻസ് വരുമ്പോൾ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഇത് വരുമ്പോൾ ചെയ്യാം. പിന്നെ വേറെ എന്തോ ഒരെണ്ണം കൂടെ നമുക്ക് പറയാനുണ്ടായിരുന്നു, അതും കൺസെപ്റ്റാണ്, അതും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവുകയായിരുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പം ഒരു ലെൻസ് എടുത്തു, ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചത്, ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിലോട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഈ ലെൻസിനെ നിങ്ങളുടെ ജനലിൻ്റെ അടുത്തോട്ട് വെച്ചപ്പം ദൂരോട്ടുള്ളൊരു ഒബ്ജക്റ്റ് കൃത്യമായിട്ട് എന്താണ് ഒരു സ്ക്രീനിൽ എവിടെ പതിഞ്ഞു അതായിരിക്കുമല്ലോ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ആണ്. അതിൻ്റെ അതായിരിക്കും അതിൻ്റെ ഫോക്കസ്. അത് അങ്ങനെയാണ് നിങ്ങൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചത്. അത് നിങ്ങൾ എയർ വെച്ചിട്ടാണ് ചെയ്തത്. ശരിക്കും എയറിലൊരു ലെൻസ് വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള ഫോക്കൽ ലെങ്ത് അല്ല അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫോക്കൽ ലെങ്ത്. വാക്കത്തിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ഫോക്കൽ ലെങ്ത് അതായിരിക്കും അതിൻ്റെ ആക്ച്വൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഒന്നുമില്ലാത്ത അവസ്ഥ, എയറിനകത്ത് ഒത്തിരി പാർട്ടിക്കിൾ, അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതായത് ഒന്നുമില്ലാത്ത ഫുള്ളി ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ളൊരു ചേമ്പറിനകത്ത് നിങ്ങൾ റിഫ്രാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ഫോക്കൽ ലെങ്ത് എത്രയാണോ അതാണ് ലെൻസിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫോക്കൽ ലെങ്ത്. ശരിക്കും നമുക്കിപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കൂളിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ശരിക്കും അതിൻ്റെ ഫോക്കൽ ലെങ്ത് അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ റിയൽ ഫോക്കൽ ലെങ്ത് ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. വെള്ളത്തിൽ വെക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്താവും, എയറിൽ വെക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്താവും, അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ ഫോക്കൽ ലെങ്തിൽ നിന്ന് എന്ത് വ്യത്യാസം വരുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കുറേ കൺസെപ്റ്റ് അവിടെ പറയാനുണ്ട്. പിന്നെ ലെൻസ് പകുതി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലോ ഇങ്ങനെ കട്ട് ചെയ്താലോ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള കഴിഞ്ഞ വർഷമൊക്കെ പരീക്ഷയ്ക്ക് ചറപറ ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അത് ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്യിക്കുമ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, കോമ്പിനേഷൻ ഓഫ് ലെൻസിൻ്റെയൊക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നിർത്താം, ശബ്ദം വയ്യ, അതുകൊണ്ടാണേ. Thank you, sir. ഓക്കെ. Thank you, sir. Thank you, sir. എന്താ ഹലോ ആരായിരുന്നു?